Hi friends, exam selective study channel സ്വാഗതം. Sanitary chemist exam mock test. Chemistry in everyday life. Chemistry in everyday life എന്ന ടോപ്പിക്കിലെ മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. എക്സാം വരുന്ന അതേ ഗൗരവത്തോടെ തന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കുന്നത് കെമിസ്ട്രി എവറിഡേ ലൈഫ് എന്ന ടോപ്പിക്കിലെ ഹൗസ് ഹോൾഡ് മെറ്റീരിയൽസ്, ഫുഡ് ഇൻഡസ്ട്രി, ഫെർട്ടിലൈസേഴ്സ് എന്നീ ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഹൗസ് ഹോൾഡ് മെറ്റീരിയൽസിൽ സോപ്പ്, ഡിറ്റർജന്റ്, കുക്കിംഗ് ഗ്യാസ്, ഹെയർ ഡൈ, മോത്ത് ബോൾസ്, ടൂത്ത് പേസ്റ്റ്, ഷാംപൂ ഇത്രയും ടോപ്പിക്സിലെ MCQs നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ മോക്ക് ടെസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ടോപ്പിക് കുറച്ച് ഡിഫിക്കൽട്ട് ടോപ്പിക്കാണ്. ഇതിൽ ചില ടോപ്പിക്സിന്റെ ഒന്നും ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും സെർച്ച് ചെയ്തിട്ടൊന്നും കിട്ടിയില്ല. കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് അധികം കിട്ടാത്ത പെയിന്റ്സ് ആൻഡ് പിഗ്മെന്റ്സ് എന്ന പോർഷനാണ്. പെയിന്റ്സ് ആൻഡ് പിഗ്മെന്റ്സിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് നമുക്ക് MCQ ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടിയത്. ഹൗസ് ഹോൾഡ് മെറ്റീരിയൽസ്, ഫുഡ് ഇൻഡസ്ട്രി, ഫെർട്ടിലൈസേഴ്സ് ഇത്രയും പോർഷൻസിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മോക്ക് ടെസ്റ്റ് നോക്കുന്നത്. ഇതിൽ പോളിമേഴ്സ് എന്ന ടോപ്പിക് നമ്മൾ ഓൾറെഡി മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കാണാത്തുണ്ടെങ്കിൽ ഈ ക്ലാസ് കണ്ടതിന് ശേഷം ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് പോയി കാണുക. ആദ്യത്തെ ചോദ്യം, പൊട്ടാസ്യം സോൾട്സ് ഓഫ് ലോങ് ചെയിൻ കാർബോക്സിലിക് ആസിഡ്സ് ആർ നോൺ as ഓപ്ഷൻസ്. ഓപ്ഷൻ എ സോപ്സ്, ഓപ്ഷൻ ബി ഓയിൽസ്, ഓപ്ഷൻ സി സോഡ, ഓപ്ഷൻ ഡി ആന്റിബയോട്ടിക്സ്. പൊട്ടാസ്യം സോൾട്ട് ഓഫ് ലോങ് ചെയിൻ കാർബോക്സിലിക് ആസിഡ്സ് ആർ നോൺ as ആൻസർ സോപ്പ്. Potassium salt of long chain carboxylic acids are known as soap. അടുത്ത ചോദ്യം, which one of the following is used in the manufacture of soap? Option A vegetable oil, option B mobile oil, option C kerosene oil, option D cutting oil. Which one of the following is used in the manufacture of soap? Answer vegetable oil. Vegetable oil is used in the manufacture of soap. Extra points നോക്കാം. Soap used for cleaning purpose are sodium or potassium salts of long chain fatty acids. Examples stearic, oleic and palmitic acids. Soaps containing sodium salts are formed by heating fat, that is glycerol ester or fatty acid, with aqueous sodium hydroxide solution. This reaction is known as saponification. Extra points la highlight ചെയ്തിരിക്കുന്ന പോയിന്റ്സ് നന്നായിട്ട് പഠിക്കുക. ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഹൈലൈറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം എന്തായിരുന്നു? Which oil is used in the manufacture of soap? Vegetable oil is used in the manufacture of soap. അടുത്ത ചോദ്യം, soap removes grease by options. Option A coagulation, option B adsorption, option C emulsification, option D osmosis. Soap removes grease by emulsification. അടുത്ത ചോദ്യം, detergents used for cleaning clothes are options. Option A carbonates, option B bicarbonates, option C bismuthates, option D sulfonates. Detergents used for cleaning clothes are answer sulfonates. Detergents used for cleaning clothes are sulfonates. അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കുക, സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചു വായിക്കുക, ഓപ്ഷൻസും ശ്രദ്ധിച്ചു വായിക്കുക, എന്നിട്ട് മാത്രം ആൻസർ ചെയ്യുക. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. സ്റ്റേറ്റ്മെന്റ് വായിക്കാം. സ്റ്റേറ്റ്മെന്റ് 1, transparent soaps are made by dissolving the soap in ethanol and then evaporating the excess solvent. Statement 2, shaving soaps contain fillers like sodium rosonate, sodium silicate, borax and sodium carbonate. Statement 3, soap chips are made by running a thin sheet of melted soap onto a cool cylinder and scraping off the soaps in small broken pieces. Choose the correct answer. Options, option A 1 and 2, option B only 2, option C 1 and 3, option D 2 and 3. Which of the following statements about the type of soap is or are true? Answer option C. Option C പറയുന്നത് 1 and 3. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും ആണ് സോപ്സിനെ റിലേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 2 തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. ഈ ക്വസ്റ്റ്യനിലെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ട്രാൻസ്പെറന്റ് സോപ്പ് ആർ മെയ്ഡ് ബൈ ഡിസോൾവിംഗ് ദ സോപ്പ് ഇൻ എത്തനോൾ ആൻഡ് ദെൻ ഇവാപറേറ്റിംഗ് ദ എക്സസ് സോൾവെന്റ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, സോപ്പ് ചിപ്സ് ആർ മെയ്ഡ് ബൈ റണ്ണിംഗ് എ തിൻ ഷീറ്റ് ഓഫ് മെൽറ്റഡ് സോപ്പ് ഓൺ ടു എ കൂൾ സിലിണ്ടർ ആൻഡ് സ്ക്രാപ്പിംഗ് ഓഫ് ദ സോപ്സ് ഇൻ സ്മോൾ ബ്രോക്കൺ പീസസ്. ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഷേവിംഗ് സോപ്പ് കണ്ടെയ്ൻ ഫില്ലേഴ്സ് ലൈക്ക് സോഡിയം റോസിനേറ്റ്, സോഡിയം സിലിക്കേറ്റ്, ബോറാക്സ് ആൻഡ് സോഡിയം കാർബണേറ്റ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ഫോം നോക്കാം. റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതായിരുന്നു? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. അതിന്റെ കറക്റ്റ് ഫോം ഇതാണ്. ലോണ്ടറി സോപ്പ് കണ്ടെയ്ൻ ഫില്ലേഴ്സ് ലൈക്ക് സോഡിയം റോസിനേറ്റ്, സോഡിയം സിലിക്കേറ്റ്, ബോറാക്സ് ആൻഡ് സോഡിയം കാർബണേറ്റ്. ക്വസ്റ്റനിലെ സ്റ്റേറ്റ്മെന്റ് തന്നിരുന്നത് ഷേവിംഗ് സോപ്സ് ആണ്. ഷേവിംഗ് സോപ്സ് അല്ല, ലോണ്ടറി സോപ്പിലാണ് sodium rosonate, sodium silicates, borax and sodium carbonate ഉള്ളത്. ക്വസ്റ്റനിലെ കറക്റ്റഡ് സ്റ്റേറ്റ്മെന്റ്
ഫസ്റ്റ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, അസേർഷൻ synthetic detergents can make more lather in hard water. Reason, synthetic detergent form soluble calcium and magnesium salts with hard water. Option A, both A and R are true and R is the correct explanation of A. Option B, both A and R are true but R is not a correct explanation of A. Option C, A is true but R is false. Option D, A is false but R is true. Answer option A, both A and R are true and R is the correct explanation of A. Assertionum reasonum correct ആണ്. Reason എന്ന് പറയുന്നത് assertionന്റെ correct explanation ആണ്. Synthetic detergents can make more lather in hard water. The reason is the synthetic detergent form soluble calcium and magnesium salts with hard water. അടുത്ത ചോദ്യം, a stain of curry on a white cloth becomes reddish brown when soap is scrubbed on it. It turns yellow again when the cloth is washed with plenty of water. It had turned reddish brown because. Options, option A, soap is basic in nature. Option B, soap is acidic in nature. Option C, soap is neutral. Option D, none of the above. A stain of curry on a white cloth becomes reddish brown when soap is scrubbed on it. It turns yellow again when the cloth is washed with plenty of water. It had turned reddish brown because. Answer option A, soap is basic in nature. അടുത്ത ചോദ്യം, the chemical formula of washing soda is. Options, option A, NaOH, option B, Na2CO3, option C, NaHCO3, option D, CaOH twice. The chemical formula of washing soda is. Answer option B, Na2CO3, sodium carbonate. The chemical formula of washing soda is Na2CO3, Na2CO3, sodium carbonate. അടുത്ത ചോദ്യം, mothballs works on the principle of. Options, option A, sublimation, option B, evaporation, option C, liquefaction, option D, none of the above. Mothballs works on the principle of. Answer, sublimation. Mothballs works on the principle of sublimation. Mothball or naphthalene ball. Mothball is known as naphthalene ball. Mothball or naphthalene ball are aromatic hydrocarbons. Aromatic hydrocarbons are immiscible with water but are readily miscible with organic solvents. Mothball did not dissolve in water but it dissolves in benzene. Benzene is an organic solvent. Naphthalene balls or mothballs used for preservation of clothes because of the moth repellent property. അടുത്ത ചോദ്യം, naphthalene balls are used as. Naphthalene balls എന്ന് പറയുന്നത് mothballs എന്ന് പറയും, സെയിം ആണ്. Options, option A, snake repellent, option B, moth repellent, option C, mosquito repellent, option D, honeybee repellent. Naphthalene balls are used as. Answer, moth repellent. Naphthalene balls are used as moth repellent. അടുത്ത ചോദ്യം, naphthalene balls are obtained from. Options, option A, plants, option B, coal tar, option C, coke, option D, none of the above. Naphthalene balls are obtained from. Answer, coal tar. Naphthalene balls are obtained from coal tar. അടുത്ത ചോദ്യം, which of the following properties is true for a toothpaste? Options, option A, it is acidic, option B, it is neutral, option C, it is basic, option D, none of the above. Which of the following properties is true for a toothpaste? Answer, it is basic. Which of the following properties is true for a toothpaste? Toothpaste is basic. Toothpaste is basic. pH of toothpaste is between 8 to 10. Due to activities of bacteria and other germs, acidity in our mouth increases, which cause degradation of tooth enamel and formation of acids. To counter this acidity, toothpaste are made basic. Anionic detergents are used in toothpaste. അടുത്ത ചോദ്യം, what makes your toothpaste white? Options, option A, titanium dioxide, option B, white powder, option C, talcum powder, option D, all of the above. What makes your toothpaste white? Answer, titanium dioxide. Titanium dioxide makes the toothpaste white. Extra points. Components of toothpaste. Most toothpaste are made white with titanium oxide, which comes from minerals called rutile, ilmenite and anatase. Fluoride, which is used to reduce cavities. The sparkle in some toothpaste comes from mica. Magnesium carbonate is an ingredient of toothpaste. അടുത്ത ചോദ്യം, the main component of liquid petroleum gas LPG are.
Options: Option A methane, ethane and hexane. Option B methane, pentane and hexane. Option C ethane, propane and butane. Option D none of the above. The main component of liquid petroleum gas LPG are: Answer: ethane, propane and butane. Main component of liquid petroleum gas LPG are ethane, propane and butane. Extra points on liquefaction. Petroleum gas changes into a liquid which is called liquefied petroleum gas LPG. Cooking gas and cylinders contain mostly butane. C4H10. During complete combustion of 1 mole of butane, 2658 kJ of heat is released. On liquefaction, petroleum gas changes into a liquid which is called liquefied petroleum gas LPG. Cooking gas in cylinders contain mostly butane C4H10. During complete combustion of 1 mole of butane, 2658 kJ of heat is released. Liquid petroleum gas LPG contains ethane, propane and butane. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ കെമിക്കൽ വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ലീക്കേജ് ഓഫ് LPG. ഓപ്ഷൻസ്: ഓപ്ഷൻ എ മീഥൈൽ മെർക്യാപ്റ്റൻ, ഓപ്ഷൻ ബി പ്രൊപ്പൈൽ മെർക്യാപ്റ്റൻ, ഓപ്ഷൻ സി ഈഥൈൽ മെർക്യാപ്റ്റൻ, ഓപ്ഷൻ ഡി N-butyl mercaptan. Identify the chemical which is used to detect leakage of LPG. Answer: ethyl mercaptan. The chemical which is used to detect leakage of LPG, ethyl mercaptan. Extra points: ethyl mercaptan CH3CH2SH. Ethyl mercaptan CH3CH2SH. Ethyl mercaptan is an organosulfur compound. The liquid petroleum gas is odorless and cannot be easily detected, but ethyl mercaptan has peculiar smell. Ethyl mercaptan is added to liquid petroleum gas to detect the leakage of the gas. The chemical used to detect leakage of LPG, ethyl mercaptan. അടുത്ത ചോദ്യം, oxygen is absent in options: option A kerosene, option B glass, option C soil, option D cement. Oxygen is absent in answer kerosene. Oxygen is absent in kerosene. അടുത്ത ചോദ്യം, who among the following invented gobar gas? Options: option A C.V. Raman, option B J.C. Bose, option C C.B. Desai, option D none of the above. Who among the following invented gobar gas? Answer: option C C.B. Desai. Who invented gobar gas? C.B. Desai. C.B. Desai invented gobar gas. അടുത്ത ചോദ്യം, domestic cooking gas gobar gas mainly contains which gas? Options: option A methane, option B oxygen, option C carbon, option D none of the above. Answer: option A methane. അടുത്ത ചോദ്യം, hair dye contains options: option A copper nitrate, option B gold chloride, option C copper sulfate, option D silver nitrate. Hair dye contains silver nitrate. Hair dye contains silver nitrate. അടുത്ത ചോദ്യം, hair shampoos belongs to which class of synthetic detergent? Options: option A neutral, option B anionic, option D cationic, option D none of these. Hair shampoos belongs to which class of synthetic detergent? Answer: cationic. Hair shampoos belong to which class of synthetic detergent? Cationic. Hair shampoos belongs to cationic class of synthetic detergent. Extra points: cationic detergents. Cationic detergents are quaternary ammonium salts of amines with acetates, chlorides or bromides as anions. Cationic part possesses a long hydrocarbon chain and a positive charge on nitrogen atom. Cationic detergents have germicidal properties. Cetyl trimethyl ammonium bromide is a popular cationic detergent and is used in hair conditioners. Cetyl trimethyl ammonium bromide, popular cationic detergent used in hair conditioners. Hair shampoos belong to cationic class of synthetic detergent. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് എന്ന ടോപ്പിക്കിലെ ഫുഡ് ഇൻഡസ്ട്രി പോർഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഫുഡ് ഇൻഡസ്ട്രി, അഡിറ്റീവ്സ്, പ്രിസർവേറ്റീവ്സ്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, അഡൾട്രൻസ്. ചോദ്യം, പൊട്ടറ്റോ ചിപ്സ് ആർ പാക്ഡ് ഇൻ പ്ലാസ്റ്റിക് ബാഗ്സ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഓഫ് ഓപ്ഷൻസ്: ഓപ്ഷൻ എ നൈട്രജൻ, ഓപ്ഷൻ ബി ഹൈഡ്രജൻ, ഓപ്ഷൻ സി ഓക്സിജൻ, ഓപ്ഷൻ ഡി അയഡിൻ. പൊട്ടറ്റോ ചിപ്സ് ആർ പാക്ഡ് ഇൻ പ്ലാസ്റ്റിക് ബാഗ്സ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഓഫ് ആൻസർ നൈട്രജൻ. Potato chips are packed in plastic bags in the atmosphere of nitrogen. അടുത്ത ചോദ്യം, refrigeration helps in food preservation by options: option A killing the germs, option B reducing the rate of biochemical reactions, option C destroying enzyme action, option D sealing the food with a layer of ice. Refrigeration helps in food preservation by answer: reducing the rate of biochemical reactions. Refrigeration helps in food preservation by reducing the rate of biochemical reactions. അടുത്ത ചോദ്യം, which charcoal is used in decolorize
raw sugar. Options: Option A, wood charcoal. Option B, sugar charcoal. Option C, animal charcoal. Option D, coconut charcoal. Which charcoal is used in decolorized raw sugar? Answer: animal charcoal. The charcoal used in decolorized raw sugar, animal charcoal. Animal charcoal is used in decolorized raw sugar. അടുത്ത ചോദ്യം, the main component of honey. Options: Option A, glucose. Option B, sucrose. Option C, maltose. Option D, fructose. Answer: fructose. The main component of honey is fructose. അടുത്ത ചോദ്യം, the sweetest sugar among the following is. Options: Option A, fructose. Option B, glucose. Option C, maltose. Option D, sucrose. The sweetest sugar among the following is. Answer: fructose. The sweetest sugar among the following is fructose. അടുത്ത ചോദ്യം, monosodium glutamate MSG in food is used as. Options: Option A, color enhancer. Option B, flavor enhancer. Option C, preserver. Option D, emulsifier. Monosodium glutamate MSG in food is used as. Answer: flavor enhancer. Monosodium glutamate MSG in food is used as flavor enhancer. Extra point, MSG or monosodium glutamate C5H8NNaO4. MSG or monosodium glutamate. MSG is the purest form of umami, the fifth taste. Umami is the fifth basic taste after sweet, sour, salt and bitter. Next point, MSG, monosodium glutamate, is the sodium salt of glutamic acid, one of the most common naturally occurring amino acid. MSG or monosodium glutamate is the purest form of umami, the fifth taste. Umami is the fifth taste. Umami is the fifth basic taste after sweet, sour, salty and bitter. MSG, monosodium glutamate, is the sodium salt of glutamic acid. അടുത്ത ചോദ്യം, soft drinks such as colas contain significant quantities of. Options: Option A, caffeine. Option B, nicotine. Option C, tannin. Option D, arginine. Soft drinks such as colas contain significant quantities of. Answer: caffeine. Soft drinks such as colas contain significant quantities of caffeine. അടുത്ത ചോദ്യം, which of the following oil is an extract of clove oil? Options: Option A, methanol. Option B, eugenol. Option C, ethanol. Option D, benzaldehyde. Which of the following oil is an extract of clove oil? Answer: eugenol. The oil extract of clove oil is eugenol. അടുത്ത ചോദ്യം, statement level question ആണ്. Which of the following statement about the artificial sweetening agent is or are true? Statement 1. Orthosulfobenzimide is the first popular artificial sweetening agent. Statement 2. Orthosulfobenzimide is also called as saccharin. Statement 3. Orthosulfobenzimide is about 100 times as sweet as cane sugar. Options: Option A, only 1. Option B, 2 and 3. Option C, 1 and 3. Option D, 1 and 2. Which of the following statement about the artificial sweetening agent is or are true? Answer: Option D, 1 and 2. ഫസ്റ്റും സെക്കൻഡും സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ക്വസ്റ്റനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് വായിക്കുക. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഫസ്റ്റ് ആൻഡ് ടു ആണ്. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, orthosulfobenzimide is the first popular artificial sweetening agent. സ്റ്റേറ്റ്മെന്റ് 2, orthosulfobenzimide is also called as saccharin. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എങ്ങനെയാണ്? orthosulfobenzimide is about 100 times as sweet as cane sugar. തെറ്റാണ്. 100 times അല്ല, 550 times as sweet as cane sugar ആണ്. orthosulfobenzimide is about 550 times as sweet as cane sugar ആണ് കറക്റ്റ് ആയിട്ടുള്ള ഫോം. എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. Orthosulfobenzimide, also called saccharin, is the first popular artificial sweetening agent. It has been used as a sweetening agent ever since it was discovered in 1879. It is about 550 times as sweet as cane sugar. The third statement പറഞ്ഞിരുന്നത് 100 times ആണ്. ആ തെറ്റാണ്. 100 times അല്ല, 550 times as sweet as cane sugar. Orthosulfobenzimide is the first popular artificial sweetening agent. Correct statement. Orthosulfobenzimide is also called as saccharin. Correct statement. Orthosulfobenzimide is about 100 times as sweet as cane sugar. A wrong statement. Corrected form, orthosulfobenzimide is about 550 times as sweet as cane sugar. Orthosulfobenzimide, also called saccharin, the first popular artificial sweetening agent. It has been used as a sweetening agent ever since it was discovered in 1879. It is about 550 times as sweet as cane sugar.
നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കെമിസ്ട്രി എവറിഡേ ലൈഫ് എന്ന ടോപ്പിക്കിലെ ഫെർട്ടിലൈസേഴ്സ് എന്ന പോർഷൻ ആണ് നോക്കുന്നത്. ഫെർട്ടിലൈസേഴ്സ്, യൂറിയ, NPK, സൂപ്പർ ഫോസ്ഫേറ്റ്, പെസ്റ്റിസൈഡ്. ചോദ്യം, ദ എലമെന്റ്സ് പ്രസന്റ് ഇൻ യൂറിയ ആർ. ഓപ്ഷൻസ്: ഓപ്ഷൻ എ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഓപ്ഷൻ ബി കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. ഓപ്ഷൻ സി കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ. ഓപ്ഷൻ ഡി കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ. The elements present in urea are. Answer: carbon, hydrogen, nitrogen, oxygen. The elements present in urea are carbon, hydrogen, nitrogen, oxygen. Extra points. Nitrogenous fertilizers. These are prepared and applied as a source of nitrogen to the crop. Decomposed fast and applied in split doses at the time of sowing, and the rest as top dressing during flowering and fruit set. Example: urea. അടുത്ത ചോദ്യം, the percentage of nitrogen in urea is. Options: option A 30%, option B 25%, option C 47%, option D 60%. The percentage of nitrogen in urea is. Answer: 47%. The percentage of nitrogen in urea is 47%. അടുത്ത ചോദ്യം, അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റൻ ആണ്. Which among the following is or are wrong about fertilizers? ക്വസ്റ്റൻ ശ്രദ്ധിച്ചു വായിക്കാം. റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. Statement 1, fertilizer must be insoluble in water. Statement 2, it should maintain the pH of 10 to 13. Statement 3, it should not be poisonous to plants. Select the correct answers using the codes. Options: option A only 3, option B 1 and 2, option C 1 and 3, option D only 2. Which among the following is or are wrong about fertilizers? Answer: option B 1 and 2. Statement 1 ഉം 2 ആണ് ഇവിടെ wrong ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. Statement 1, fertilizer must be insoluble in water. A wrong statement. Statement 2, it should maintain the pH of 10 to 13. അതും wrong ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ക്വസ്റ്റനിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 3 മാത്രമാണ്. It should not be poisonous to plants. ഫെർട്ടിലൈസേഴ്സ് ഒരിക്കലും പ്ലാന്റ്സിന് പോയിസണസ് ആവാൻ പാടില്ല. സ്റ്റേറ്റ്മെന്റ് 3 കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഉം 2 ഉം റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞു. നമുക്ക് റോങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ഫോം നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, fertilizer must be insoluble in water. A wrong statement. Correct form നോക്കാം. Fertilizers must be soluble in water so that it can penetrate the soil and thus it may be easily assimilated by the plants. Fertilizers must be soluble in water so that it can penetrate the soil and thus it may be easily assimilated by the plants. Statement 2, it should maintain the pH of 10 to 13. A wrong statement. Corrected form, the optimum pH range for most plants is between 5.5 and 7.5. So a fertilizer should maintain this pH range. The optimum pH range for most of the plants is in between 5.5 and 7.5. So a fertilizer should maintain this pH range. ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, the element not provided by the fertilizer is. Options: option A nitrogen, option B hydrogen, option C chlorine, option D phosphorus. The element not provided by the fertilizer is. Question ശ്രദ്ധിച്ചു വായിക്കുക. The element not provided എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The element not provided by the fertilizer is. Answer: hydrogen. The element not provided by the fertilizer is hydrogen. അടുത്ത ചോദ്യം, ഡൈക്ലോറോ, ഡൈഫിനൈൽ, ട്രൈക്ലോറോഇഥേൻ DDT is a. Options: option A biochemical pollutant, option B non-biodegradable pollutant, option C biodegradable pollutant, option D non-pollutant. Dichloro, diphenyl, trichloroethane DDT is a. Answer: non-biodegradable pollutant. Dichloro, diphenyl, trichloroethane DDT is a non-biodegradable pollutant. Which one of the following is not correctly matched? Question ശ്രദ്ധിച്ചു വായിക്കുക. Not correctly matched. കറക്റ്റ് ആയിട്ട് മാച്ച് ആവാത്ത ആയിരുന്നാണ് ചോദ്യം. ഇവിടെ ടേബിൾ തന്നിട്ടുണ്ട്. ടേബിളിൽ ന്യൂട്രിയൻസും റോൾസും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഓപ്ഷൻ തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നാണ് ചോദ്യം. ന്യൂട്രിയൻസ് ആൻഡ് റോൾ. ഓപ്ഷൻ എ നൈട്രജൻ, റോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഓപ്ഷൻ ബി ഫോസ്ഫറസ്, റോൾ റൂട്ട് ഡെവലപ്മെന്റ്. ഓപ്ഷൻ സി പൊട്ടാസ്യം, റോൾ റെഗുലേറ്റിംഗ് സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്. Option D boron, role disease resistance. Which one of the following is not correctly matched? Answer: option D boron disease resistance. Boron disease resistance തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. ബാക്കി 3 ന്യൂട്രിയൻസിന്റെ റോളും കറക്റ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. നൈട്രജൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഫോസ്ഫറസ് റൂട്ട് ഡെവലപ്മെന്റ്, പൊട്ടാസ്യം റെഗുലേറ്റിംഗ് സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്. ഫെർട്ടിലൈസേഴ്സ് എന്ന ടോപ്പിക്കിൽ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. Fertilizers are artificially made of chemicals which supply essential nutrients to plants.
They are available in concentrated forms and contain higher amounts of nutrients than manure and are therefore used in small quantities. There are three kinds of fertilizers used for vegetable crops: nitrogenous fertilizers, phosphatic fertilizers, potassium fertilizers. Types of fertilizers. Fertilizers can also be classified into straight, also known as salt fertilizers, compound fertilizers, mixed fertilizers. Fertilizers can also be classified into straight or salt fertilizers, compound fertilizers, mixed fertilizers. First, നമ്മൾ straight fertilizers എന്താണെന്നാണ് നോക്കുന്നത്. Straight fertilizer or salt fertilizer. These fertilizers have only one chemical compound or supply only a single nutrient. It is sometimes accompanied by a minor element. Salt fertilizers or straight fertilizers are further grouped according to the nutrient they supply. Nitrogenous fertilizers, phosphorus or phosphatic fertilizers, potassium fertilizers. Examples of straight fertilizer or salt fertilizer are nitrogenous fertilizers, phosphorus or phosphatic fertilizers, potassium fertilizers. Nitrogenous fertilizers. എന്താണ് nitrogenous fertilizer എന്ന് നോക്കാം. These are prepared and applied as a source of nitrogen to the crop. These are decomposed fast and applied in split doses at the time of sowing, and the rest are stopped dressing during flower and fruit set. Nitrogenous fertilizers. Nitrogenous fertilizers in the examples നോക്കാം. Urea, ammonium sulfate, anhydrous ammonia, calcium ammonium nitrate, ammonium chlorate. Nitrogenous fertilizers: urea, ammonium sulfate, anhydrous ammonia, calcium ammonium nitrate, ammonium chlorate. Next, phosphorus or phosphatic fertilizers. Phosphorus fertilizers are expressed in terms of the percentage of phosphorus pentoxide, P2O5. Phosphorus fertilizers are expressed in terms of the percentage of phosphorus pentoxide, P2O5. They are the main source of phosphorus. Phosphorus pentoxide or P2O5 are the main source of phosphorus. The mobility of phosphorus is very slow. It is used as a basal application during land preparation. Examples of phosphorus or phosphatic fertilizers: ammonium phosphate, diammonium phosphate, DAP, rock phosphate, single superphosphate, double superphosphate, triple superphosphate. Examples of phosphorus or phosphatic fertilizers: ammonium phosphate, diammonium phosphate, DAP, rock phosphate, single superphosphate, double superphosphate, triple superphosphate. Next, potassium fertilizers. These fertilizers are applied as a source of potassium to plants and expressed as K2O. These fertilizers are applied as a source of potassium to plants and expressed as K2O. These are applied before sowing or during seed sowing. Examples of potassium fertilizers: potassium chlorate, muriate of potash, MOP. Potassium chlorate, KCl. It's also known as muriate of potash, MOP. Potassium magnesium sulfate, potassium nitrate, potassium polyphosphate, sulfate of potash. Potassium fertilizers: potassium chlorate, muriate of potash, MOP, potassium magnesium sulfate, potassium nitrate, potassium polyphosphate, sulfate of potash. Next, compound fertilizers. Fertilizers, three types എന്ന് പറഞ്ഞു. Straight fertilizer or solo fertilizers, compound fertilizers and mixed fertilizers. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് compound fertilizer extra points ആണ്. Compound fertilizers supply more than one plant nutrient, usually two, such as nitrogen and phosphoric acid or nitrogen and potassium. The commonly used compound fertilizers are ammonium phosphate sulfate, monoammonium phosphate, diammonium phosphate. The commonly used compound fertilizers are ammonium phosphate sulfate, monoammonium phosphate, diammonium phosphate. Next, mixed fertilizers. Fertilizers supplying more than one macronutrients to plants. Fertilizers supplying more than one macronutrient to plants are known as mixed fertilizers. These are mixtures of nitrogen, phosphorus and potash, N, P and K in various suitable proportions. Commonly used mixed fertilizers are nitrogen phosphate with potash 15:15:15, NPK 10:26:26, NPK 12:32:16. Next, micronutrient fertilizers. Chemical compounds which are used as sources of micronutrients and applied to plants are called micronutrient fertilizers. They are required by plants in small quantities. Examples of micronutrient fertilizers: zinc sulfate, copper sulfate, ferrous sulfate, manganese sulfate. Chemical compounds which are used as sources of micronutrients and applied to plants are called micronutrient fertilizers. They are required by plants in small quantities. Examples of micronutrient fertilizers: zinc sulfate, copper sulfate, ferrous sulfate, manganese sulfate. Micronutrient fertilizers are soluble in water and can be used as soil application or foliar spray.
ഇത്രയാണ് ഫെർട്ടിലൈസേഴ്സ് എന്ന പോർഷനിലെ ക്വസ്റ്റ്യൻസും എക്സ്ട്രാ പോയിന്റ്സും. നെക്സ്റ്റ് നമ്മൾ പെയിന്റ്സ് എന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പോളിമേഴ്സ് ഈസ് യൂസ്ഡ് ഇൻ പെയിന്റ്സ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ നൊവാലോഗ്, ഓപ്ഷൻ ബി ഗുട്ടാപർച്ച, ഓപ്ഷൻ സി മെലാമിൻ, ഓപ്ഷൻ ഡി ബ്യൂണ എസ്. ആൻസർ നൊവാലോഗ്. പോളിമർ യൂസ്ഡ് ഇൻ പെയിന്റ് നൊവാലോഗ്. ഇന്ന ക്ലാസ്സിലെ മോക്ക് ടെസ്റ്റും എക്സ്ട്രാ പോയിന്റ്സും ഡീറ്റെയിൽ എക്സ്പ്ലനേഷനും ഒക്കെ ഉണ്ടായിരുന്നു. ചോദ്യങ്ങൾ ആർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.